നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. BDS വിദ്യാർത്ഥി നിതിൻ രാജ് മരണപ്പെട്ട സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നടത്തിയ ഹർത്താൽ അനുകൂലികൾ ബസ് തടഞ്ഞു. പാലക്കാട് സ്റ്റേഡിയം സ്റ്റാൻഡിൽ ബസ് തടഞ്ഞ ഹർത്താൽ അനുകൂലികൾ പ്രതികളെ സർക്കാർ സംരക്ഷിക്കുകയാണെന്നും ആരോപിച്ചു. നിതിൻ രാജിന്റെ മരണം കൊലപാതകമാണെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടും പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും ഹർത്താൽ അനുകൂലികൾ. ചേലക്കരയിൽ യുവാവിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം. സഹോദരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊലപാതകത്തിലേക്ക് നയിച്ചത് കുടുംബവഴക്കിനെ തുടർന്ന് പ്രതി സഹോദരൻ അൻവറിനെ ചേലക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. വയറുവേദനയെ തുടർന്ന് ചികിത്സയിലായിരുന്ന 9ാം ക്ലാസ്സുകാരി മരിച്ചു. ഈസ്റ്റ് പരുത്തിപ്പള്ളി കോട്ടേക്കാട്ട് പറമ്പ് വീട്ടിൽ പ്രകാശൻ ലളിത ദമ്പതികളുടെ മകൾ 14 വയസ്സുള്ള അനഘയാണ് മരിച്ചത്. കോട്ടായി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു. മുണ്ടത്തിക്കോട് വെടിക്കെട്ടപകടം. ശരീരഭാഗങ്ങൾ DNA പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ബന്ധുക്കളുടെ സമ്മതപ്രകാരം നൽകാൻ തീരുമാനിച്ചു. ഇത് സംബന്ധിച്ച ശരീരഭാഗങ്ങൾ ലഭിച്ചവരുടെ ബന്ധുക്കളുമായി തൃശൂർ ജില്ലാ കലക്ടർ മീറ്റിംഗ് നടത്തി വിവരങ്ങൾ ബന്ധുക്കളെ നേരിട്ട് ബോധ്യപ്പെടുത്തി. പാലക്കാട് നഗരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന് തീപിടിച്ചു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഫയർഫോഴ്സ് തീയണച്ചു. സ്ത്രീകൾക്കു നേരെ നിരന്തരം ലൈംഗിക ആക്രമണം കാണിക്കുന്ന ആളെ ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് ഷൊർണൂർ മുണ്ടക്കോട്ടുകുറിശി ഉറമിങ്ങൽ വീട്ടിൽ 43 വയസ്സുള്ള സുനി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ ഇടതുഭരണം മൂന്നാമതും കേരളത്തിൽ തുടരുന്ന സാഹചര്യമുണ്ടാകുമെന്ന് NCPS സംസ്ഥാന പ്രസിഡന്റ് തോമസ് കെ തോമസ് MLA. 2021 ലഭിച്ച ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലും ഭരിക്കാൻ ആവശ്യമായ പിന്തുണ ഇടതുപക്ഷത്തിന് ലഭിക്കുമെന്നും തോമസ് കെ തോമസ്. NCPS പാലക്കാട് ജില്ലാ ജനറൽ ബോഡി യോഗം പാലക്കാട്. വാർത്തകൾ വിശദമായി. BDS വിദ്യാർത്ഥി നിതിൻ രാജ് മരണപ്പെട്ട സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നടത്തിയ ഹർത്താൽ അനുകൂലികൾ ബസ് തടഞ്ഞു. പാലക്കാട് സ്റ്റേഡിയം സ്റ്റാൻഡിൽ ബസ് തടഞ്ഞ ഹർത്താൽ അനുകൂലികൾ പ്രതികളെ സർക്കാർ സംരക്ഷിക്കുകയാണെന്നും ആരോപിച്ചു. നിതിൻ രാജിന്റെ മരണം കൊലപാതകമാണെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടും പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും ഹർത്താൽ അനുകൂലികൾ ആരോപിച്ചു. നവോത്ഥാന പുരോഗമന സിദ്ധാന്തം പറയുന്ന സർക്കാരിന് കീഴിൽ ജാതിവെറി തഴച്ചു വളരുകയാണ്. ജാതീയമായും സാമ്പത്തികമായും അടിച്ചമർത്തുന്നവർക്ക് സംരക്ഷണം സർക്കാർ തന്നെ നൽകുകയാണെന്നും സമരക്കാർ ആരോപിച്ചു. 52 ദളിത് പിന്നോക്ക സംഘടനകളാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. K മായാണ്ടി, കാർത്തികേയൻ മംഗലം, വേലായുധൻ K, വാസുദേവൻ, PK രാജൻ എന്നിവർ ബസ് തടയലിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചേലക്കരയിൽ യുവാവിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം. സഹോദരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുടുംബവഴക്കിനെ തുടർന്നുണ്ടായ ആക്രമണത്തിലാണ് അൻസാർ അലി കൊല്ലപ്പെട്ടത്. കേസിൽ അൻസാറിൻ്റെ സഹോദരൻ അൻവറിനെയാണ് ചേലക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലയുടെ പിൻഭാഗത്ത് മാരകമായ മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ മുറിവാണ് മരണത്തിന് കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സഹോദരനെ അറസ്റ്റ് ചെയ്തത്. കുടുംബവഴക്കാണ് മരണകാലത്തിലേക്ക് എത്തിച്ചത്. കഴിഞ്ഞ ദിവസം ബന്ധുക്കളും പോലീസും മരണം കൊലപാതകമാണോ എന്ന് സംശയിച്ചിരുന്നു. അൻസാർ അലിയെ ബന്ധുക്കൾ ഉടൻ തന്നെ ചേലക്കര ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. മരണത്തിൽ അസ്വാഭാവികത തോന്നിയതിനെ തുടർന്ന് ചേലക്കര പോലീസ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ യുവാവിന്റെ തലയിലടക്കം പുതിയ മുറിപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടെ സംഭവത്തിൽ ദുരൂഹത വർദ്ധിച്ചു. ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് നടന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വയറുവേദനയെ തുടർന്ന് ചികിത്സയിലായിരുന്ന 9ാം ക്ലാസ്സുകാരി മരിച്ചു. ഈസ്റ്റ് പരുത്തിപ്പള്ളി കോട്ടേക്കാട്ട് പറമ്പ് വീട്ടിൽ പ്രകാശൻ ലളിത ദമ്പതികളുടെ മകൾ 14 വയസ്സുള്ള അനഘയാണ് മരിച്ചത്. കോട്ടായി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയായിരുന്നു. വയറുവേദനയെ തുടർന്ന് 2 മാസക്കാലമായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ് വീട്ടിലെത്തി. വീണ്ടും രോഗമൂർച്ഛത്തിനെ തുടർന്ന് ഈ മാസം 21 വീണ്ടും ആശുപത്രിയിൽ പ്രവേശിച്ചിരുന്നു. ഇവിടെ വെച്ചാണ് വിദ്യാർത്ഥിനി മരിച്ചത്. സഹോദരൻ അക്ഷയ്. മുണ്ടത്തിക്കോട്ട് വെടിക്കെട്ടപകടം. ശരീരഭാഗങ്ങൾ DNA പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ബന്ധുക്കളുടെ സമ്മതപ്രകാരം നൽകാൻ തീരുമാനിച്ചു. ഇത് സംബന്ധിച്ച് ശരീരഭാഗങ്ങൾ ലഭിച്ചവരുടെ ബന്ധുക്കളുമായി തൃശൂർ ജില്ലാ കലക്ടർ മീറ്റിംഗ് നടത്തി വിവരങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുത്തി. DNA പരിശോധനാ ഫലം, പോലീസ് റിപ്പോർട്ട്, ഫോറൻസിക് സർജന്റെ റിപ്പോർട്ട് എന്നിവയുടെ അടിസ്ഥാനത്തിൽ ബന്ധുക്കളുടെ സമ്മതത്തോടെ കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി തീരുമാനിച്ചു. ഇത് സംബന്ധിച്ച് ശരീരഭാഗങ്ങൾ ലഭിച്ചവരുടെ ബന്ധുക്കൾക്കായി ജില്ലാ കലക്ടറുടെ സാന്നിധ്യത്തിൽ മീറ്റിംഗ് നടത്തി വിവരങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുത്തി. പുതൂർക്കര അരങ്ങത്ത് വീട്ടിൽ ബാബുവിന്റെ മകൻ 27 വയസ്സുള്ള അഭിജിത്ത്, തൃശൂർ മനക്കൊടി കൊളാട്ട് വീട്ടിൽ വിജയന്റെ മകൻ 35 വയസ്സുള്ള വിഷ്ണു വിനോദ്, തൃശൂർ കോട്ടപ്പാടം ദേശം പള്ളത്ത് കരുമാലി വീട്ടിൽ മോഹനന്റെ മകൻ 42 വയസ്സുള്ള ഗിരീഷ്, തൃശൂർ തെക്കുംകര ദേശം ചോരത്ത് വീട്ടിൽ അയ്യപ്പന്റെ മകൻ 50 വയസ്സുള്ള സുരേഷ് എന്നിവരുടെ ശരീരഭാഗങ്ങളാണ് DNA പരിശോധനയിലൂടെ കണ്ടെത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് നഗരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാർ കത്തി നശിച്ചു. കാറിലെ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചൊവ്വാഴ്ച കാലത്ത് കോട്ടമൈതാനം റോഡിലാണ് സംഭവം. കല്ലടിക്കോട് സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് കത്തി നശിച്ചത്. ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്.
വിക്ടോറിയ കോളേജ് ഭാഗത്തു നിന്നും വന്ന കാറിന്റെ മുൻവശത്തു നിന്നും പുകയുന്നത് കണ്ട് മറ്റ് യാത്രക്കാർ കാർ തടഞ്ഞു നിർത്തുകയായിരുന്നു. ഉടൻ തന്നെ യാത്രക്കാർ പുറത്തിറങ്ങിയതോടെ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. അതിവേഗം തീ ആളിപ്പറന്നതോടെ കാർ പൂർണ്ണമായും കത്തിനശിച്ചു. അന്തരീക്ഷ താപനില ഉയർന്നതാണോ ഷോർട്ട് സർക്യൂട്ടാണോ അപകട കാരണമെന്ന് വ്യക്തമല്ല. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സ്ത്രീകൾക്കു നേരെ നിരന്തരം ലൈംഗിക അതിക്രമം കാണിക്കുന്ന ആളെ ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. ഷൊർണൂർ മുണ്ടക്കോട്ടുകുരിശി ഉറവിങ്കൽ വീട്ടിൽ 43 വയസ്സുള്ള സുനീറാണ് പോലീസ് പിടിയിലായത്. വീടുകളിൽ ചെന്നും സ്ത്രീകൾ തനിച്ചു പോകുന്ന സ്ഥലത്തും ധരിച്ചിരിക്കുന്ന പാൻറിന്റെ സിബൂരി ലൈംഗികാക്രമം കാണിക്കുകയും പിന്നീട് ബൈക്കിൽ രക്ഷപ്പെടുകയും ചെയ്ത യുവാവിനെ കുന്നംകുളം ACPയുടെ നിർദ്ദേശത്തെ തുടർന്ന് ചെറുതുരുത്തി CI രാജേന്ദ്രൻ നായരും സംഘവും അറസ്റ്റ് ചെയ്തു. പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ മുണ്ടക്കോട്ടുകുരിശി ഉറവിങ്കൽ വീട്ടിൽ സുനീർ എന്ന 43-കാരനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മറ്റ് വിവിധ സ്ഥലങ്ങളിൽ വീടുകളിലെത്തി സ്ഥലം കൊടുക്കാനുണ്ടോ എന്ന് അന്വേഷിച്ചെത്തുകയും വീട്ടിൽ സ്ത്രീകൾ തനിച്ചുള്ളൂ എന്ന് മനസ്സിലാക്കുമ്പോൾ ഇദ്ദേഹം പാൻറിന്റെ സിബൂരി ലൈംഗികാക്രമം കാണിക്കുന്ന രീതിയാണ് ഇദ്ദേഹത്തിനുള്ളത്. സമാന രീതിയിൽ സ്ത്രീകൾ റോഡിലൂടെ തനിച്ച് ആളില്ലാത്ത സ്ഥലത്ത് കൂടെ പോകുമ്പോൾ സമാന രീതിയിൽ കാണിക്കുകയും സ്ത്രീകൾ ബഹളം വെച്ചാൽ ബൈക്കെടുത്ത് രക്ഷപ്പെടുന്നതുമാണ് പതിവ്. നിരവധി പരാതികൾ ലഭിച്ചതിനെ തുടർന്ന് ചെറുതുരുത്തി SI ജസ്റ്റിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ കോഡ് തന്നെ പ്രതിയെ പിടികൂടാനായി നിയമിച്ചിരുന്നു. CCTVയും മറ്റും നോക്കിയാണ് പ്രതിയിലേക്ക് എത്തിയത്. അഡീഷണൽ SI സതീഷ് കുമാർ, പോലീസ് ഓഫീസർമാരായ വിനീത് മോൻ, ലിജോ വാഴപ്പള്ളി, പ്രിൻസ്, ഉഷ, സെബാസ്റ്റ്യൻ തുടങ്ങിയവരും സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ ഇടതുഭരണം മൂന്നാമതും കേരളത്തിൽ തുടരുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് NCPS സംസ്ഥാന പ്രസിഡന്റ് തോമസ് കെ തോമസ് MLA പറഞ്ഞു. 2021 ലഭിച്ച ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലും ഭരിക്കാൻ ആവശ്യമായ പിന്തുണ ഇടതുപക്ഷത്തിന് ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. NCPS പാലക്കാട് ജില്ലാ ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ടു. ശരിക്കും പല നിയമങ്ങളാണ്. ഇപ്പം കുട്ടനാടിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ നിയമം എന്ന് പറയുന്നത് തണ്ണീർത്തട സംരക്ഷണ നിയമമാണ്. വലിയ പ്രയാസമാണ്. അപ്പോൾ ഒരു വാട്ടർ ടാങ്ക് അല്ലെന്നുണ്ടെങ്കിൽ ഓവർഹെഡ് ടാങ്ക് പണിയണമെങ്കിൽ അത് ഇരിക്കുന്ന സ്ഥലം തണ്ണീർത്തടമാണ്. അപ്പോഴത്തേക്ക് അവിടുത്തെ വില്ലേജ് ഓഫീസർ എഴുതി പോലും ഇത് തണ്ണീർത്തടമാണ്, അതുകൊണ്ട് പണിയാനൊക്കത്തില്ല. വില്ലേജ് ഓഫീസർ എഴുതേണ്ട താമസം LR തഹസിൽദാർ, ലാൻഡ് റവന്യൂ തഹസിൽദാർ, ലാൻഡ് റെക്കോർഡ് തഹസിൽദാർ ആ സ്പോട്ടിൽ എഴുതും. കറക്റ്റാണ് വില്ലേജ് ഓഫീസർ എഴുതിയത്. കാരണം നോക്കിയിരിക്കുക, കാരണം ബുദ്ധിമുട്ടുണ്ടല്ലോ. നീ എഴുതി വിട്ടു കഴിഞ്ഞാൽ പിന്നെ പണി അവിടെ നടക്കത്തില്ല. കാരണം പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ സർവേ നടത്തണം, അതിൽ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. ഇതിന് പുറകെ ഒരു വരണം. ഇതാകുമ്പോൾ വളരെ ഈസിയാണ്, മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഒരു റോഡ് അതിൻ്റെ സൈഡിൽ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇർഷിദ റോയ് എന്ന് പറയുന്ന ഒരു മാഡം IAS-കാരിയാണ്, ഒരു ബംഗാളി. അവർ മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നു ജലഗമന നിർഗമന മാർഗത്തിന് തടസ്സം. ഞാൻ പറഞ്ഞു, മാഡം ആക്ച്വലി ഐ ഡോണ്ട് നോ ദിസ് മലയാളം. ഹൗ യു നോ ദാറ്റ്? ഐ നോ ബെറ്റർ ദാൻ യു മലയാളം. പിന്നെ അവരോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. ഒഴുക്കിന് പ്രയാസം തടസ്സപ്പെടുന്നതൊക്കെ മലയാളത്തിൽ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ജലഗമന നിർഗമന മാർഗത്തിന് തടസ്സം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയുള്ള മലയാളം വായിച്ചിട്ടില്ല, എനിക്കിതിനെക്കുറിച്ച് അറിയത്തില്ല. അപ്പോൾ അവർ ആ രീതിയിൽ എഴുതുന്നു. അപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുമോ അതെല്ലാം സൃഷ്ടിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ഭാഗത്ത്, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെന്നുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള. ഇതിനെ അതിജീവിക്കണമെങ്കിൽ അത് പ്രിയങ്കരനായ മുഖ്യമന്ത്രി, അതുപോലെ പിന്നെ ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും, കൃഷിമന്ത്രി നമ്മുടെ പ്രിയങ്കരനായ പ്രസാദും, റവന്യൂ മിനിസ്റ്റർ കെ രാജനും ഉൾപ്പെടെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഇതിനൊന്ന് ഓവർകം ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഓരോന്ന് മാറ്റിയെടുക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് ഭയങ്കരമാണ്. അപ്പോൾ എനിക്ക് ശരിക്കും അവിടുന്ന് മാറാൻ മേലാത്തൊരവസ്ഥയിൽ നിന്ന് എത്ര പേരോട് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. കാരണം ഓരോ ദിവസവും ഞാൻ തിരുവനന്തപുരത്ത് നിൽക്കുകയാണ്, എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് പറ്റുന്നില്ല. ഓരോ ഫയലും മാറ്റിയിട്ട് അതിൻ്റെ പുറകെ പോകും. അപ്പോൾ അങ്ങനെ C ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് D ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു ഫയൽ പോകും. D ചെന്നിട്ട് C അയക്കുകയും ചെയ്യും. അപ്പോൾ ആദ്യത്തെ ഒരാഴ്ച ഞാൻ ചെന്നു, സാറേ അത് അയച്ചോ, വിട്ടു സാർ, വിട്ടു. ജില്ലാ പ്രസിഡന്റ് A രാമസ്വാമി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PK രാജൻ മാസ്റ്റർ, ജനറൽ സെക്രട്ടറിമാരായ TN ശിവശങ്കരൻ, PA റസാഖ് മൗലവി, സംസ്ഥാന സെക്രട്ടറിമാരായ CA സലോമി, ഷെനിൻ മന്ദിരാട്, സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ കാപ്പിൽ സൈദർവി, P അബ്ദുൾ റഹ്മാൻ, A ഷൗക്കത്ത് അലി, ജില്ലാ വൈസ് പ്രസിഡന്റ് P മൊയ്തീൻകുട്ടി, ജില്ലാ ട്രഷറർ MN സൈഫുദ്ദീൻ, കിച്ലു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. പൊള്ളാച്ചിക്കടുത്ത് വാൽപ്പാറയിലുണ്ടായ ദുരന്തത്തിലും തൃശൂർ പൂരത്തിനോടനുബന്ധിച്ച് വെടിക്കോപ്പ് ശാല അപകടത്തിലും മരണപ്പെട്ടവർക്ക് യോഗം ആദരാഞ്ജലികൾ അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അറിയിപ്പ് പോലും നൽകാതെ ജനങ്ങളെ ഇരുട്ടിലാക്കുന്ന KSEBയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ചേലക്കരയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. KSEB ഓഫീസിലേക്ക് മെഴുകുതിരി നൽകിയാണ് പ്രതിഷേധിച്ചത്. അസഹ്യമായ ചൂട്, അർദ്ധരാത്രി മുന്നറിയിപ്പില്ലാത്ത പവർ കട്ടും. പ്രതിഷേധവുമായി പെരുങ്കോട്ടുകുരിശി KSEB ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഓഫീസ് ഉപരോധിച്ചു. ദിവസവും രാത്രി 15 തവണയെങ്കിലും കറണ്ട് പോകുമെന്ന് പ്രതിഷേധക്കാർ
ആരോപിച്ചു. വ്യക്തമായ മെസ്സേജ് കൊടുക്കും. 10 മിനിറ്റ് പബ്ലിക് സബ്സ്റ്റേഷന് നിങ്ങൾ മണിയമ്പാറ സബ്സ്റ്റേഷനിലേക്ക് വ്യക്തമായ മെസ്സേജ് കൊടുക്കും. മെസ്സേജ് കൊടുക്കാണ്ട് ഒരു ഓപ്പറേറ്ററും ഓഫാക്കില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് മുൻകൂട്ടി അറിയാൻ ഒരു മിനിറ്റ് ഈ മെസ്സേജുകൾ ഓപ്പറേറ്റർമാർക്ക് വ്യക്തമായി അറിയും. ഓപ്പറേറ്റർമാർക്കും അവിടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും നമ്മുടെ സബ് എഞ്ചിനീയർ വ്യക്തത അറിയും. അറിയാത്ത മുട്ടൊന്നുമില്ല. മെസ്സേജ് കൊടുക്കും. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അബു താഹിർ, ബ്ലോക്ക് കമ്മിറ്റി അംഗം അർജുൻ എന്നിവർ നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ അഖിൽ, കെ ഹാഷിം, റിൻഷാദ്, സുഹൈൽ, ഷിബു, മണികണ്ഠൻ, ഷംനാസ് എന്നിവർ പങ്കെടുത്തു. ദിവസവും രാത്രി ചുരുങ്ങിയത് 15 തവണയെങ്കിലും വൈദ്യുതി തടസ്സപ്പെടുന്നുണ്ടെന്നും ഇത് ഭൂരിഭാഗം കുടുംബങ്ങളെയും ഉറക്കം നഷ്ടപ്പെടുത്തുന്നുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. അമേരിക്കയിൽ പൊട്ടിട്ട പ്രണയത്തിന് കൊടുങ്ങല്ലൂരിൽ മംഗല്യ സാഫല്യം. അമേരിക്കൻ വാഷിംഗ്ടൺ DC-യിൽ ഇന്ത്യൻ മെഡിസിൻ ഡോക്ടറായ കാമറൂൺ വംശജ കാമിയും അവിടെ തന്റെ മെക്കാനിക്കൽ എഞ്ചിനീയറായ ശ്രാവൺ ശ്രീകുമാറും തമ്മിലുള്ള വിവാഹത്തിന് ചരിത്രഭൂമിയായ കൊടുങ്ങല്ലൂർ വേദിയായി. കഴിഞ്ഞ 5 വർഷമായി ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു. യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയിൽ വൈസ് പ്രസിഡന്റായിരുന്ന കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് സ്വദേശി ശ്രീകുമാറിന്റെയും LNT IT വിംഗ് ഡെലിവറി ഹെഡ് ഇൻ യൂറോപ്പായി പ്രവർത്തിക്കുന്ന തമിഴ്നാട് സ്വദേശിനി സുഭാഷിണിയുടെയും മകനാണ് ശ്രാവൺ. മുംബൈ നെരൂരിൽ സ്ഥിരതാമസമാക്കിയ ശ്രാവണിന്റെ കുടുംബം മകന്റെ വിവാഹം സ്വന്തം നാട്ടിൽ വെച്ച് നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. കഴിഞ്ഞ 3 ദിവസമായി മെഹന്തിയും ഹൽദിയും ഒക്കെയായി കൊടുങ്ങല്ലൂരിന്റെ സമീപ പ്രദേശങ്ങളിൽ വിവിധ ചടങ്ങുകൾ നടന്നു. കൊടുങ്ങല്ലൂർ KB's ദർബാർ ഹാളിൽ നടന്ന താലികെട്ട് കേരളത്തിന് പുറമെ തമിഴ്നാട്, മഹാരാഷ്ട്ര, അമേരിക്ക, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നും എത്തിയ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലാണ് നടന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കഞ്ചിക്കുട ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ പണി കഴിപ്പിച്ച മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമയുടെ അനാച്ഛാദനം മെയ് 1 നടക്കും. 4 അടി ഉയരത്തിലാണ് പ്രതിമ നിർമ്മിക്കുന്നതെന്ന് പൂർവ്വ വിദ്യാർത്ഥി ചെയർമാൻ PK പ്രതീഷ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പുതുശ്ശേരി പഞ്ചായത്തിൽ ഗാന്ധിയുടെ പ്രതിമ ഇല്ലാത്തതിലാണ് സ്കൂളിൽ ഗാന്ധി പ്രതിമ സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. 1 ലക്ഷം രൂപയോളം ചെലവിൽ നിർമ്മിച്ച പ്രതിമയുടെ ശില്പി സ്കൂൾ ചിത്രകലാ അധ്യാപകനായ സജിത് സുഹൃതനാണ്. ഗ്രാനൈറ്റ് പീഠത്തിൽ സ്ഥാപിക്കുന്ന പ്രതിമ വരും തലമുറയ്ക്ക് പ്രചോദനമാകുമെന്ന ഉദ്ദേശത്തോടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അന്നേ ദിവസം പൂർവ്വ വിദ്യാർത്ഥി കുടുംബസംഗമവും കലാപരിപാടികളും നടക്കുമെന്നും PK പ്രതീഷ് കുമാർ പറഞ്ഞു. 2024 വീണ്ടും ഒരു സംഭവം നടത്തി. അപ്പോൾ ഞങ്ങളുടെ കൂട്ടുകാരന്മാർക്കൊക്കെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു സ്കൂളിലേക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ഒരു അർദ്ധകായ പ്രതിമ സ്ഥാപിക്കാൻ തീരുമാനിച്ചു. അത് 2 വർഷക്കാലമായി ഞങ്ങൾ ഇതിൻ്റെ പിന്നിലാണ്. ഇപ്പോൾ ഏകദേശം പ്രതിമയുടെ പണി പൂർത്തിയായി. അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഗമം സംഘടിപ്പിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഒരു കുടുംബ സംഗമം സംഘടിപ്പിക്കുന്നുണ്ട്. കൺവീനർ B അനന്തകൃഷ്ണൻ, A ഹരിദാസ്, ശിവദാസൻ, P ബാലകൃഷ്ണൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കവളപ്പാറ ആര്യങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ധ്വജ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായി ചൊവ്വാഴ്ച ശുദ്ധിക്രിയകളും താന്ത്രിക ചടങ്ങുകളും നടന്നു. കവളപ്പാറ ആര്യങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പുരാതനമായ ധ്വജത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കാണ് ചൊവ്വാഴ്ച മുതൽ ആരംഭം കുറിച്ചിരിക്കുന്നത്. രാവിലെ ധ്വജത്തിന് സമീപം ശുദ്ധിക്രിയകളും വാഹനബിംബം ഉദ്ദാസനയും സംഹാര തത്വഹോമവും മറ്റു താന്ത്രിക ചടങ്ങുകളും നടന്നിരുന്നു. തന്ത്രി കല്ലൂർമന ദേവദാസ് നമ്പൂരിപ്പാന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു താന്ത്രിക ചടങ്ങുകൾ നടന്നത്. മഹായജ്ഞത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നിരവധി ഭക്തജനങ്ങളും സന്നിധരായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. BDS വിദ്യാർത്ഥി നിതിൻ രാജ് മരണപ്പെട്ട സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നടത്തിയ ഹർത്താൽ അനുകൂലികൾ ബസ് തടഞ്ഞു. പാലക്കാട് സ്റ്റേഡിയം സ്റ്റാൻഡിൽ ബസ് തടഞ്ഞ ഹർത്താൽ അനുകൂലികൾ പ്രതികളെ സർക്കാർ സംരക്ഷിക്കുകയാണെന്നും ആരോപിച്ചു. നിതിൻ രാജിന്റെ മരണം കൊലപാതകമാണെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടും പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും ഹർത്താൽ അനുകൂലികൾ. ചേലക്കരയിൽ യുവാവിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം. സഹോദരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊലപാതകത്തിലേക്ക് നയിച്ചത് കുടുംബവഴക്കിനെ തുടർന്ന് പ്രതി സഹോദരൻ അൻവറിനെ ചേലക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. വയറുവേദനയെ തുടർന്ന് ചികിത്സയിലായിരുന്ന 9ാം ക്ലാസ്സുകാരി മരിച്ചു. ഈസ്റ്റ് പരുത്തിപ്പള്ളി കോട്ടേക്കാട്ട് പറമ്പ് വീട്ടിൽ പ്രകാശൻ ലളിത ദമ്പതികളുടെ മകൾ 14 വയസ്സുള്ള അനഘയാണ് മരിച്ചത്. കോട്ടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു. മുണ്ടത്തിക്കോട് വെടിക്കെട്ടപകടം. ശരീരഭാഗങ്ങൾ DNA പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ബന്ധുക്കളുടെ സമ്മതപ്രകാരം നൽകാൻ തീരുമാനിച്ചു. ഇത് സംബന്ധിച്ച ശരീരഭാഗങ്ങൾ ലഭിച്ചവരുടെ ബന്ധുക്കളുമായി തൃശൂർ ജില്ലാ കളക്ടർ മീറ്റിംഗ് നടത്തി വിവരങ്ങൾ ബന്ധുക്കളെ നേരിട്ട് ബോധ്യപ്പെടുത്തി. പാലക്കാട് നഗരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന് തീപിടിച്ചു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഫയർഫോഴ്സ് തീയണച്ചു. സ്ത്രീകൾക്കു നേരെ നിരന്തരം ലൈംഗിക ആക്രമണം കാണിക്കുന്ന ആളെ ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് ഷൊർണൂർ മുണ്ടക്കോട്ടുകുറിശി ഉറവിങ്ങൽ വീട്ടിൽ 43 വയസ്സുള്ള സുനി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ ഇടതുഭരണം 3ാമതും കേരളത്തിൽ തുടരുന്ന സാഹചര്യമുണ്ടാകുമെന്ന്
NCPS സംസ്ഥാന പ്രസിഡന്റ് തോമസ് കെ തോമസ് MLA. 2021 ലഭിച്ച ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലും ഭരിക്കാൻ ആവശ്യമായ പിന്തുണ ഇടതുപക്ഷത്തിന് ലഭിക്കുമെന്നും തോമസ് കെ തോമസ്. NCPS പാലക്കാട് ജില്ലാ ജനറൽ ബോഡി യോഗം പാലക്കാട്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.